ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലിയിൽ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇത്രയധികം യൂട്യൂബിൽ എയറലായ ഫേമസ് ആയ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു യൂട്യൂബറുടെ ഒരു ലിസ്റ്റിൽ ഫാമിലി വ്ളോഗറിൽ ഇടാവുന്ന ഒരേ ഒരാളാണ് മല്ലു ഫാമിലി. അപ്പം മല്ലു ഫാമിലി എപ്പോഴും എയറിലായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും അടുത്ത എയറിലാവേണ്ട സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഈ വിഷു കൈനീട്ടം ഇടാൻ പറഞ്ഞിട്ട് ഒരു QR കോഡ് അവർ പോസ്റ്റ് ചെയ്തായിരുന്നു അവരുടെ ചാനലിൽ. അപ്പോൾ ആളുകൾ അതിൽ പൈസ ഇടുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തിരിച്ചയച്ചു കൊടുക്കുന്നു. ഒരുപാട് പേർക്ക് അങ്ങനെ പൈസ കിട്ടി എന്ന് പറഞ്ഞ് അവർ ആ പൈസ കിട്ടിയതും കൊടുത്തതൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വീണ്ടും അവർ ഇട്ടായിരുന്നു. അത് കണ്ടു ഒരുപാട് പേര് ചരപ്പര എന്ന് പറഞ്ഞ് മല്ലു ഫാമിലിക്ക് വിഷു കൈനീട്ടം അയച്ചു കൊടുത്തു. പക്ഷേ ഒരുപാട് പേര് ചതിയിൽ പോയിട്ടു. അയച്ചു കൊടുത്ത എല്ലാവർക്കും തിരിച്ച് മല്ലു ഫാമിലിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയില്ല, വിഷു കൈനീട്ടം കിട്ടിയില്ല. അപ്പോൾ അവർ ചതിക്കപ്പെട്ടു. തങ്ങളുടെ പൈസ പോയി. 500 രൂപ ഇട്ട് കൊടുത്തവരുണ്ട്, ഒരുപാട് പൈസകൾ ഇട്ട് കൊടുത്തവരുണ്ട്. തങ്ങൾക്ക് പൈസ പോയി, അവർ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് മറ്റേ മല്ലു ഫാമിലിയുടെ ക്കെതിരെ കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു മല്ലു ഫാമിലി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആർത്തിനെ പറ്റി പറഞ്ഞത്, എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറയണേ, ഞാൻ എനിക്ക് ഒരേ ആർത്തി, ഇപ്പൊ പറയാം എനിക്കൊരു ആർത്തി, എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത്. ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി, അല്ലാണ്ട് എനിക്കല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഞാൻ പാവങ്ങളെ പറ്റിച്ചു. ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ? ഞാനിവിടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ കയ്യിലെ പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. 1 രൂപ ഇട്ടാ പോരെ? വിഷു കൈനീട്ടം 1 രൂപ. അതെ, 1 രൂപ ഇട്ടാ പോരെ? എന്തിന് നിങ്ങൾ 500 ഇടുന്നു? എന്തിന് നിങ്ങൾ 1000 ഇടുന്നു? എന്തിന് നിങ്ങൾ പൈസ കൂടുതലിടുന്നു? 1 രൂപ ഇട്ടാ പോരെ? ഞാൻ തിരിച്ചത് ഇരട്ടി തരില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇട്ടവരോട് നിങ്ങൾ മണ്ടന്മാരാക്കി, നിങ്ങൾ എന്തിനാണ് ഇട്ടേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനാണ് തെറ്റുകാരാണെന്ന് പറയുന്നത്. പുള്ളിക്ക് കാശിനോട് പിന്നെ തീരെ ആർത്തിയില്ല. അത് നമുക്ക് കാലങ്ങളായിട്ട് അറിയാം. വീട്ടിലെ ദാരിദ്ര്യവും സങ്കടങ്ങളും വിഷമങ്ങളും പൊട്ടിക്കരച്ചിലുകളും വീടിൻ്റെ ബാക്ക് വശത്തെ പൊട്ടിപ്പൊളിഞ്ഞ രീതികളും എല്ലാം കാണിച്ച് ആളുകളുടെ മനസ്സിലേക്ക് അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കാണിച്ച് ആളുകളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാമായി ഇന്ന് ഈ നിൽക്കുന്ന എത്ര കോടികൾ ആസ്തി അവർക്കുണ്ട് പോകുന്നത് ദൈവത്തിന് അറിയുള്ളൂ. എല്ലാ രീതിയിലുള്ള ഒരു ലോഡ് പൈസയുടെ ബൈക്ക് മേടിച്ച കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ചിടുന്നു, ഒരുപാട് ഗോൾഡ് മേടിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ സെറ്റപ്പായി. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരുമാണ് തെറ്റുകാർ എന്ന് എപ്പോഴും പറയാറുള്ള പോലെ ഇപ്പോഴും അവർ പറയുന്നുണ്ട്. ഈ മല്ലു ഫാമിലിയുടെ സുജിൻ്റെ ഫ്രണ്ടായിരുന്ന ഡ്രീം റൈഡർ ചാനലിലെ അനു, ആ പുള്ളി ഇവരിപ്പോൾ കുറച്ച് കാലമായിട്ട് 1 വർഷമായിട്ട് അവർ യാതൊരു അടുപ്പോ കാര്യങ്ങളില്ല. വലിയ സുഹൃത്തുക്കളായിരുന്നു. അവരിപ്പോൾ അടുപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഓഫ്കോഴ്സ് ഫ്രണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡ്രീം റൈഡർക്ക് ആളുകൾ മെസ്സേജ് അയക്കും, പുള്ളിയോട് ഈ കാര്യം പറയും, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, എൻ്റെ പൈസ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ ആ പുള്ളിയും ഈ മല്ലു ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു അവരുടെ ചാനലിൽ. അപ്പോൾ റീച്ചിന് വേണ്ടി മല്ലു ഫാമിലിയുടെ ഈ ഒരു സംഭവമാണ്, റീച്ചിന് വേണ്ടിയാണ് ഡ്രീം റൈഡർ ആ വീഡിയോ ഇട്ടതെന്നും അതിനു മുന്നേ മല്ലു ഫാമിലിയിലെ സുജിൻ്റെ ഭാര്യയും വൈഫും സുജിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പിരിയാൻ പോവാണ് അത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അന്നും ഇതുപോലെ ഡ്രീം റൈഡർ അനു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കാട്ടിക്കൂട്ടിയതും റീച്ചിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അനു തീർച്ചയായിട്ടും ഇപ്പം എന്നോട് എൻ്റെ സുഹൃത്തായിരുന്ന ഒരാൾ ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ ആ ആളായിട്ട് യാതൊരു കണക്ഷൻ ഇപ്പില്ല എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുമല്ലോ. അത് തന്നെയാണ് അനുവും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ അനുവിനെതിരെയും ഇവിടെ അവർ പറയുന്നുണ്ട്, ഈ ഉണ്ടായ സംഭവങ്ങൾ എന്താണ്, താനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് പൈസ ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ആളുകൾക്കെതിരെ, ഇത് ചെയ്ത ആളുകൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതിന് വിമർശന വീഡിയോ ചെയ്തവർക്കെതിരെയും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം നമുക്കത് കണ്ടോ. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമല്ല. ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമിക്ക, ഞാൻ ഒരു വ്യക്തിയും പേരെടുത്ത് പറയുന്നില്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വിഷു കൈനീട്ടം പോന്നോട്ടെ, കിട്ടിക്കോട്ടെ, 27,000 സക്കാത്ത് പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് QR കോഡ് എല്ലാവരും ഇടുന്നുണ്ട്, ഞാനും ഇടുന്നുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടെന്ന് അതിന്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് കൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ല. അതറിയുന്ന ചിലർ പറയുന്നത് ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയതാണെന്ന്.
ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞത് അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സ്റ്റോറി കാണിച്ചപ്പോൾ യൂട്യൂബിലെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞാനിവിടെ കൊടുക്കുക സ്റ്റോറി എന്താണെന്ന് അതൊന്ന് കണ്ടോക്കി നോക്കാം. ഓക്കെ, ഒന്ന് കണ്ടോക്കി കണ്ടോ. ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി. ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് തരാമെന്ന്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. വിഷുവിന് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ QR കോഡ്, അത് ഞാൻ ഇവിടെ കൊടുക്കുക, കണ്ടോക്കി നോക്കുക. ഓക്കെ, ഇതേപോലെ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഒട്ടുമൊക്കെ എല്ലാവരും മറ്റേ QR കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും QR കോഡ് ഇടുന്നുണ്ട്. എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കേ ചെയ്തുള്ളൂ. എല്ലാവരും. എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു. ഞാൻ കാട്ടിയ ഒരു തെറ്റെന്താണെന്നറിയോ? എനിക്ക് ഇങ്ങനത്തെ പൈസ കിട്ടിയപ്പോൾ 1 രൂപ ഇട്ട ആൾക്ക് 2 രൂപ തിരിച്ചിട്ട് കൊടുത്തു, 500 രൂപ ഇട്ടുന്ന ആൾക്ക് 1000 രൂപ തിരിച്ചിട്ട് കൊടുത്തു. അതാണ് ഞാൻ കാട്ടി തെറ്റ്. എന്ത് മനസ്സിലായി? നല്ലത് ചെയ്യാൻ പാടില്ല, അപ്പൊ അത് നമുക്ക് വള്ളിയായിട്ട് വരും. അത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴൊന്നല്ല, കുറച്ച് അതായിട്ട് ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും അതെന്നെ മനസ്സിലാക്കി തന്നു. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക്, ഇഷ്ടംപോലെ ആൾക്കാർ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കാട്ടി ഏറ്റവും തെറ്റാണ്. ഇങ്ങോട്ട് ഒരാൾ 100 രൂപ ഇട്ടപ്പോൾ തിരിച്ചു റിട്ടേൺ 200 രൂപ ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ കട്ടി തെറ്റ് ഗൈസ്. അറിയാത്ത ആൾക്കാരെ പറയുന്നത് അതാണ് ഞാൻ കട്ടി. അത് ശരിയാണ്. ഇങ്ങോട്ട് പൈസ ഇട്ട് കൊടുക്കും, തിരിച്ച് ഞാൻ അങ്ങോട്ട് ഇരട്ടി പൈസ ഇട്ട് കൊടുത്തു. അതാണ് പുള്ളി ചെയ്ത തെറ്റ്. അതായത് എന്തിനു നിങ്ങൾ ഇട്ട് തന്നു, എന്തിനു നിങ്ങൾ കുറേ പൈസ ഇട്ടു, നിങ്ങൾക്കാണ് ആർത്തി. അതിന്റെ ഇരട്ടി കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ 500 1000 കിട്ടിയിരുന്നത്. എനിക്കൊരു ആർത്തിയില്ല, ഞാനോട് തെറ്റും ചെയ്തില്ല പറയണം. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു QR കോഡ് വെച്ചിട്ട് വിഷു കഴിഞ്ഞിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനും ചെയ്തു എന്ന് പുള്ളി പറയുന്നു. പുള്ളി പറഞ്ഞത് കുറച്ചുകൂടി വലിയൊരു സെലിബ്രിറ്റികളെ പറ്റിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ അവരാരുടെ പേരിലും ഒരു വിമർശനങ്ങളോ കാര്യങ്ങളോ പറ്റിപ്പോ തട്ടിപ്പോ ഒന്നും വന്നിട്ടില്ല. കാരണം അതൊരു തമാശക്ക് കിട്ടാമെന്നും അതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന ആൾക്കാർ കിട്ടുന്നവർക്കൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞൊരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറി കണ്ടിട്ടാണ് ആളുകൾ ഇത് ഇടാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഒരു QR കോഡ് ഇട്ടോളൂ എന്നൊന്നും പറഞ്ഞപ്പോൾ ലോഡ് ആൾക്കാരൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ല. പക്ഷെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്ന വിശ്വാസം ആളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരെ സ്റ്റോറി ഇട്ടത്. അങ്ങനെയാണെങ്കിൽ എന്തിന് അവര് ആർത്തിയില്ലെങ്കിൽ ആ സ്റ്റോറി എന്തിനിട്ടു? ഞങ്ങളെല്ലാവരും ഇടുന്ന പോലെ ഒരു QR കോഡ് ഇട്ടു, ആവശ്യമുള്ള ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതിയായിരുന്നില്ലേ? ഞങ്ങൾ തിരിച്ച് ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്, ഇടുന്നവർക്ക് മുഴുവൻ കൊടുത്തു എന്നതിൻ്റെ കാര്യങ്ങളും കാട്ടിയിട്ട് സ്റ്റോറി ഇട്ടത് എന്തിനാണ്? ആ സംഭവമാണ്. അപ്പോൾ ആളുകളുടെ വിശ്വാസം പറ്റാൻ വേണ്ടിയാണ് ഈ സുജിൻ ഇത് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ബുദ്ധിയുള്ളവർക്ക് അത് ചെയ്തുകൊണ്ടാണ് വീണ്ടും 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 ആളുകൾ ഇതിലേക്ക് വന്നത്. അതുവരെ ഇത്രയും ഒരു ഒഴുക്കൊന്നും ഇതിലേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സുജിന് തീരെ ആർത്തിയില്ലേ പൈസയ്ക്ക്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. തീരെ ആർത്തിയില്ലാത്ത ആളാണ്. പൈസ ദാരിദ്ര്യം പിടിച്ച സമയത്ത് പൈസ ആളുകളെ ഒരുപാട് സഹായിക്കും. ഒരുപാട് ഇടാനുള്ള വസ്ത്രം പോലും ഒരുപാട് പേര് കൊടുക്കുകയും പിന്നെ എന്താ പറയാ, വീട്ടിലെ ദാരിദ്ര്യം മഞ്ഞത്തരമൊക്കെ പറഞ്ഞ് അവരെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബൈക്ക് പഠിച്ചപ്പോഴാണെങ്കിലും പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും അവർ വന്ന വഴി മറന്നു. നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് അവര് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്ന ചാനലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ അതിൻ്റെ ഒന്നും പകുതി പോലും അവർക്ക് ഇപ്പം ഇല്ല. ഒരുപാട് പേര് അവരുടെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളും കാശ് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങളും ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ അവര് കുറ്റപ്പെടുത്തലും ചീത്തവിളിയും തെറിവിളിയൊക്കെ ആയപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് പോയി. ഇപ്പോഴും അവര് പറ്റിക്കപ്പെടുകയാണെന്ന് അറിയാതെ അവരെ കൂട്ടു നിൽക്കുന്ന ഒരുപാട് പേര് തന്നെയാണ് ഇപ്പോഴും അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. എത്ര കിട്ടിയാലും ഇവര് പഠിക്കില്ല. വീണ്ടും 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 അടുത്തടുത്ത സാധനങ്ങൾ മല്ലി ഫാമിലി ഇറക്കും, അടുത്ത റീച്ചിനുള്ള ഓരോ സാധനങ്ങൾ ഇറക്കും, അതിലേക്ക് വീണ്ടും പോവും, അടുത്തൊരു വിവാദത്തിനുള്ള കണ്ടന്റ് ഉണ്ടാക്കും, വീണ്ടും അതിൽ ആളുകൾ ആ വീഡിയോ കണ്ട് ഈ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആൾക്കാരുണ്ട്. അതിലേക്ക് പിന്നെയും പോവും, പിന്നെയും ഇതുപോലെ ഓരോ ചതി പറ്റും, പിന്നെയും അവർക്ക് അതുകൊണ്ട് വീണ്ടും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം ചെയ്തു. ഈ പറയുന്ന മല്ലി ഫാമിലിയിലെ സുജിനെ അറിയാം ഇങ്ങനൊരു കാര്യം കൊണ്ട് ഇന്ന പോലെയുള്ള വിമർശനങ്ങൾ ഇതിന് ശേഷം തങ്ങൾക്ക് വരും. പിന്നെ കുറെ കാലം ആ വീഡിയോ വൈറലാവും, കുറെ പേര് ഇത് എടുത്തിട്ട് ട്രോളും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യും. വീണ്ടും വീണ്ടും ഈ മല്ലി ഫാമിലി റീച്ച് ആവും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോയവരും ഇവരോട് താല്പര്യം പോയവരൊക്കെ പിന്നെയും വന്നിരുന്ന് കാണും. വീണ്ടും ഇവരുടെ ചാനലിന്റെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ റിയൽ ആയിട്ട് ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഈ മല്ലി ഫാമിലി ഇത് ഓരോരോ കാര്യങ്ങൾ പടച്ചു വിടണമെന്ന് ഏത് ചോറിനുള്ളവർക്ക് അറിയാവുന്ന കേസ്. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസക്ക് ആർത്തിയാണ്, മറ്റേ എനിക്ക് അതാണ് ഇതാണ്, ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എവിടെ ആർത്തി? എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ റിട്ടിട്ട് കൊടുത്തുതന്നെ ഇരട്ടി റിട്ടം ഞാൻ പൈസ ഇട്ട് കൊടുത്തുതന്നെയാണ്. എനിക്കാണ് നഷ്ടം, അല്ലാണ്ട് നിങ്ങൾക്കല്ല. ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പറയുന്ന ആളുകൾ മറ്റേ പറഞ്ഞു എനിക്ക് ആർത്തിയാണ്.
ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവരിപ്പോൾ കുറച്ച് പേര് കമന്റ്സ്, ഇപ്പൊ ചില ആൾക്കാർ പറ്റിയിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് മറ്റേ അവിടെ വീഡിയോ കണ്ടു വന്നാൽ ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ, വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം. അപ്പൊ ആർത്തിനെ പറ്റി പറഞ്ഞത്, എനിക്ക് ആർത്തിനെ പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറയണേ, ഞാൻ എനിക്ക് എവിടെ ആർത്തി, ഇപ്പൊ നിങ്ങൾ പറയാം എനിക്കവിടെ ആർത്തി, എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത്. ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി, അല്ലാണ്ട് എനിക്കല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഞാൻ പാവങ്ങളെ പറ്റിച്ചു, ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ? ഞാൻ ഇവിടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ കയ്യിലെ പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്, വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. 1 രൂപ പോരെ വിഷു കൈനീട്ടം, 1 രൂപ പോരെ? എന്തിനാണ് 100 രൂപയും 150 രൂപയും 1000 രൂപ കിട്ടത്? അതെന്തിനട്ടത്? അപ്പൊ ആർക്ക് ആർത്തി? ഇപ്പൊ ഞാൻ പിന്നെ പറയാണ്, ഇതിൽ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവില്ല. അവരെന്നെ തെറി മാത്രമേ പറയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എനിക്ക് പൈസ ഇട്ടുന്ന ഇരട്ടിയായിട്ട് പൈസ തിരിച്ചു തരാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ വിഷു കൈനീട്ടം ഇട്ട് തന്നോട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇന്റർ QR കോഡും അതുപോലെ തന്നെ അത് എഴുതി വെച്ചിട്ടുള്ളൂ, ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഒന്നൊരു മനസ്സിനെ കൂടെ കാണിച്ചു തരാം, അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും ഞാൻ കാട്ടിയിട്ടില്ല, ഞാനൊരു തെറ്റും കാട്ടിയില്ല. അതിന് പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മളെ UPI എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് ലിമിറ്റ് കഴിയുക, ബ്ലോക്ക് ആവുക. എന്റെ അക്കൗണ്ട് ഇന്നലെ വൈകുന്നേരത്താണ് റെഡി ആയത്, കാരണം ബ്ലോക്ക് ആവുക. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ ഞാൻ തൊട്ട് പറഞ്ഞു ആർത്തിനെ പറ്റി പറഞ്ഞു, വിഷു കഴിഞ്ഞിട്ട് 100 കിട്ടുന്ന പോലെ എന്തിനാണ് 100, 200, 500, 1000 കിട്ടുന്നത്? അപ്പൊ അവർക്കെല്ലാം ആർത്തി, അവർക്ക് ഇരട്ടി കിട്ടണം എന്ന് വിചാരിച്ചു. എന്താ വേറൊന്നും ഇതിനെ പറ്റി വിശദീകരണങ്ങൾ കൊടുക്കാനോ ന്യായീകരണങ്ങൾ വാദിക്കാനോ ഒന്നും മല്ലി ഫാമിലിക്ക് ഇല്ല. ഈ പറഞ്ഞ ഡയലോഗ് തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ. ആർക്കാണ് ആർത്തി? ആർക്കാണ് ആർത്തി? എനിക്കാണോ? അവർക്കാണ് ആർത്തി? അവരെന്തിനത് കിട്ടുന്നു? എനിക്കാണോ? ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വന്ന പൈസ ഞാൻ തിരിച്ചു കൊടുത്തു കുറച്ച് പേർക്ക്, പിന്നെ എന്തിനു നിങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടേ? എന്തിനു 1 രൂപ ഇട്ടാ പോരെ? എന്തിനു 500 രൂപ ഇട്ടേ? എന്തിനു 1000 രൂപ ഇട്ടേന്ന്? ഇത് തന്നെ പറയാനുള്ള. പുള്ളിക്ക് വേറെ ഒന്നും പറയാനില്ല, കാരണം ഇതിൽ ആൾക്ക് ന്യായീകരിക്കാനൊന്നും ഇല്ല. ആൾക്ക് വ്യക്തമായിട്ട് അറിയാമാണ് ചെയ്ത കാര്യങ്ങൾ. ഇതൊക്കെ ഒരു റീച്ചിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രങ്ങളാണെന്ന് ബുദ്ധിപരമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസുള്ളൂ. ആൾക്ക് വേറെ ഒന്നും ഇതിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പുള്ളി പറയുന്നില്ല. ആർക്കാണ് ആർത്തി? ആർക്കാണ് ആർത്തി? ഇത് തന്നെയുള്ളൂ. പിന്നെ ഇതിനെതിരെ ക്രിട്ടിസൈസ് ചെയ്തവർക്കൊക്കെ ഉള്ളതും തെറി വിളിച്ചവർക്കൊക്കെ ഉള്ളതും ആള് വേറെ വീഡിയോ ആയിട്ട് വരും. അത് വേറെ കണ്ടന്റ്, വേറൊരു എപ്പിസോഡ്. അപ്പൊ അത് കാണാൻ ആളുകൾ ഇരിക്കും, അപ്പൊ അതിനും വ്യൂ ആയില്ലേ. അപ്പൊ ഇത് ഈ ഒരു വിഷ് കഴിഞ്ഞിട്ടതിന്റെ QR കോഡ് ഇട്ടപ്പം മുതൽ അത് അപ്പൊ തൊട്ട് ആ സംഭവം ആളുകൾ എന്താണെന്നറിയാൻ പോയി കണ്ടതും ആ വീഡിയോ റീച്ച്, അതിന് ക്രിട്ടിസൈസ് ചെയ്ത ആളുകളുടെ എല്ലാ വീഡിയോയും റീച്ച്, അതിനെതിരെ വീണ്ടും റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ അതും റീച്ച്. പിന്നെ ഇനി വീണ്ടും ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ഡ്രീം റൈഡർ അനുവിനെതിരെ അവനും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവന്റെ ഭാര്യ വീട്ടിലേക്ക് എൻ്റെ വീടിന്റെ എതിരെയാണ് പോകുന്നത്. ഒരുപാട് പോകുന്നില്ല, അവർക്ക് പോലും എന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ തമ്മിൽ പിരിയണമെങ്കിൽ ഇതിന് മുന്നുള്ള പല വിവാദങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തോ അവരൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ അവർ തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ല. ഡ്രീം റൈഡർ അനു പറയുന്നുണ്ട്. അവരവരുടെ കാര്യം നോക്കി അവിടെ ഇരിക്കുന്നു, ഇവർ ഇവിടെ നിൽക്കുന്നു. ഈ പുള്ളി എന്തായാലും ഇല്ലാതിരുന്ന ഒരു പാവം ദാരിദ്ര്യം പിടിച്ച ഒരു ടീമായിരുന്ന സമയത്ത് ആൾക്ക് ഒരുപാട് പേര് അവരേല് ജോയിൻ ചെയ്ത ഫാമിലികളുണ്ടായിരുന്നു. അവരാരും ഇപ്പോൾ ഒരുപാട് പേരൊന്നും അറിയില്ല, കാരണം അവരിപ്പോൾ വേറെ ലെവലായി. ഇപ്പൊ ബാക്കി എല്ലാവരും പാവപ്പെട്ടവര്. അവർ പറയുമ്പോൾ തന്നെ പാവപ്പെട്ടവർ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അതായത് ഇവരിപ്പോ മല്ലി ഫാമിലി ഇപ്പൊ കോടീശ്വരന്മാരായല്ലോ. അപ്പോൾ ഇപ്പൊ ഈ ഡീമെമ്പറായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല. അവനെ ഇപ്പോൾ വിളിക്കാറില്ല, ഞാൻ അവരെ വിളിക്കാറില്ല. അവൻ റീച്ചിന് വേണ്ടിയാണ് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യണത്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എത്ര രൂപ വിഷ് കൈനീട്ടത്തിന്റെ QR കോഡിൽ താങ്കൾക്ക് വന്നു എന്നുള്ളത് താങ്കൾ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ താങ്കൾ പുറത്ത് വിട്. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുക. എനിക്ക് ഇത്ര രൂപ വന്നു, ഞാൻ ഇത്ര പേർക്കാണ് ഇത്ര രീതിയിലാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഇത്രയും എനിക്ക് ലാഭം കിട്ടി, ഒരുപാട് പേർക്ക് ഞാൻ തിരിച്ചു കൊടുത്തില്ല, എൻ്റെ മറ്റേ QR കോഡിൽ എനിക്ക് വന്ന വിഷ് കഴിഞ്ഞിട്ടും ഇത്ര രൂപയാണെന്നൊക്കെ എന്താ പറയില്ല. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. അടുത്തൊരു ഉടായ്പായിട്ട് സുജിൻ രണ്ടാമത് മല്ലി ഫാമിലി ഇറങ്ങി. ഇനിയിപ്പോൾ കുറേ കാലം അവരായിരിക്കും ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ വരുന്നത്. അതിന് വേണ്ടി തന്നെയാണ് ഇത് പറിച്ചു വിടുന്നത്. ഇനിയിപ്പോൾ തന്നെ അടുത്ത ട്രെൻഡിങ്ങിലേക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പുള്ളി. അപ്പോൾ അടുത്ത സാധനം വരും. വീണ്ടും ഇപ്പൊ വീണ്ടും എയറിലായി. കുറച്ച് നാൾ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരുള്ള എയറിങ് ആയിരുന്നു. അത് കഴിഞ്ഞതായി ഇപ്പൊ ഇത് എയറിങ്. ഇനിയിപ്പോ ഞാൻ എന്താ വരുന്ന ഓണം, അതിനു മുന്നേ വേറെ എയറിങ് ആൾ ഒപ്പിക്കും. അങ്ങനെ ഒരു ട്രെൻഡിങ്ങിൽ നിന്ന് ഒരുപാട് വിട്ടുപോയി, ഒരുപാട് വ്യൂസ് പോയി, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പോയി. അതൊക്കെ വീണ്ടും ആൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കും. എത്ര പണി കിട്ടിയാലും നമ്മളെ പോലെയുള്ള ഞാനടക്കമുള്ള സബ്സ്ക്രൈബേഴ്സ് പഠിക്കില്ല. എന്താ പറയുക, എനിക്ക് പേഴ്സണലി സ്റ്റാർട്ടിങ്ങിൽ മല്ലി ഫാമിലി എന്ന് പറയുന്ന ഫാമിലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഈ ഒരു ബൈക്കേഴ്സും എയറിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ വിവാദങ്ങളൊക്കെ ആയതോടുകൂടി എനിക്കും അവരോടുള്ള ഒരു താല്പര്യം കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഞാൻ അവരുടെ വീഡിയോ ഒന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഇതുപോലെ എയറിലാവുമ്പോൾ നമ്മൾ ചാനൽ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും അവരുടെ സംഭവം വരുമ്പോൾ ഇതെന്താണ് ഇനി ഇന്നത്തെ ഒരു എയർ എന്നറിയാൻ വേണ്ടി നമ്മൾ വെക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ
അങ്ങനെ അപ്പൊ ഇന്നിപ്പോ അതേ വലിയ ഫാമിലിയുടെ QR കോഡിലെ വിഷ് കൈനീട്ടം കിട്ടിയവർക്ക് പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ പൈസ തിരിച്ചതായോ, ഞങ്ങൾക്ക് ഇങ്ങനെ പണി കിട്ടിയെന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും വീണ്ടും വീണ്ടും ഇതുപോലെ ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കാര്യം. അപ്പോൾ ഇനി ഈ ക്രിട്ടിസൈസ് വീഡിയോ ചെയ്തവർക്ക് കുറെ തെറി വിളിച്ചവരൊക്കെ ഉണ്ട്. കുറച്ച് ഈ ഒരു വിഷു കഴിഞ്ഞപ്പോൾ തൊട്ട് മുതൽ ഒരുപാട് മെയിൻ ചാനലുകൾ. അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടികൾ വഴിക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോസ് അത് തന്നെയാണ്. പുള്ളിക്ക് വേറെ ഒന്നും പറയാല്ല, ഈ പറഞ്ഞ തന്നെയുള്ളൂ. ഞാൻ എന്തെറ്റ് ചെയ്തു, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്തെറ്റ് ചെയ്തു, നിങ്ങൾ ഇതിന് പൈസ ഇട്ട് 1 രൂപ ഇട്ടാൽ പോരായിരുന്നോ? എന്തുകൊണ്ട് 500 രൂപ ഇട്ടു, എന്തുകൊണ്ട് 1000 രൂപ ഇട്ടു? അത് തന്നെയാണ് ഗൈസ് നമ്മൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് പുള്ളിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ തിരിച്ച് പൈസ ഇട്ട കൊടുത്ത കാര്യം സ്റ്റോറി ഇട്ടതാണ് പ്രശ്നം. താൻ ഈ പറയണതൊക്കെ ശരിയാണെങ്കിൽ QR കോഡ് ഉണ്ട്, വിഷ് കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞ ഒരുപാട് ചാനലുകാർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഞങ്ങൾക്ക് ഡബിളായിട്ട് ഇത്രയും കിട്ടും എന്ന് പറഞ്ഞ സ്റ്റോറി ഒന്നും ഇടുന്നില്ല. പുള്ളി അത് ചെയ്തത് എന്തിനാ? ഓക്കെ, അപ്പോൾ ഇത് തട്ടിപ്പല്ല, നമ്മളങ്ങ് ഇട്ടാൽ തിരിച്ച് കിട്ടും എന്നുള്ള ആ ഒരു രീതി ആളുകൾക്ക് ഇൻജക്ട് ചെയ്ത് കൊടുക്കാനാണ് പുള്ളി അത് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ. അപ്പൊ മല്ലു ഫാമിലിയുടെ വീണ്ടും ഉള്ള ഒരു ഉടായ്പ കണ്ടന്റും ഒരു എയറിങ്ങും സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നടക്കേണ്ട നമ്മുടെ ടോക്ക് ഇതാണ്. നിങ്ങൾക്ക് മല്ലു ഫാമിലിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലുള്ളവരും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.